ഇത് നട്ടിട്ടൊരു 10 മാസം ആവുന്നേ ഉള്ളൂ. കാച്ചു തുടങ്ങി. ശരിക്കും എത്ര നല്ല വിളവ് കിട്ടണമെങ്കിൽ എത്ര വിളവ് കിട്ടണമെങ്കിൽ 2-ാം വർഷം നല്ല സൂപ്പർ വിളവായിരിക്കും. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 10 മാസം കൊണ്ടാണ് ഇപ്പോൾ കായ ആയി വരുന്നു. 2-ാം വർഷം മുതൽ 5 വർഷം വരെയാണ് ഏലത്തിൻ്റെ മാക്സിമം വിളവ് കിട്ടുക. അപ്പം 2, 3, 4 വർഷങ്ങളിൽ ആണ് ഇത് കൂടി വരുന്നത്. പിന്നെ എത്ര കാലം കിട്ടും? പിന്നെ അത് മാറ്റി നട്ടു കൊടുക്കണം. അതാണ്. പണ്ട് ഈ ഏലം നോക്കിയിട്ടാണ് പണ്ട് ഈ വിദേശികളൊക്കെ വയനാട്ടിലേക്ക് വന്നതെന്നാണ് കേട്ടക്കണേ അല്ലേ? ഇവിടെ അതൊക്കെ പക്ഷേ മലഞ്ചെരുവിലായിരുന്നു. മലഞ്ചെരുവിലാണ്. ഇപ്പോൾ മറ്റേ അത് നനയ്ക്കാൻ സൗകര്യം വേണം. ഏലത്തിന് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ എത്ര മലയാണെങ്കിലും ഏലത്തിന് നനവ് കിട്ടണം. പിന്നെ നേരെ പിന്നെ ഒരു തണലും വേണം. വെച്ചാൽ വെറും വെയിലായി പോരുത്, ചെറിയൊരു തണൽ വേണം ഈ സാധനത്തിന്. നമ്മുടെ മരങ്ങൾക്ക് ചുവട്ടിൽ നട്ടാല് ഒക്കെ വെട്ടിയിട്ട് വെട്ടിയിട്ട് അങ്ങനെ ഒരു തണല്. ഇവിടെ പക്ഷേ തണല് കുറവാ. ഇവിടെ തണല് കുറവാ. ഇവിടെ വയലിലായോണ്ട് തണല് കുറവാ. പിന്നെ നമ്മൾ വെച്ചാൽ അങ്ങനെ ഒരു വ്യാപകമായ കൃഷി അടിസ്ഥാനത്തിൽ ചെയ്തതല്ല. പിന്നെ നമ്മളിപ്പോൾ അത്രയല്ലേ സ്ഥലമുള്ളൂ. അപ്പോൾ എല്ലാം വേണം എന്നുള്ള നിലയ്ക്ക് ഒരു ഉള്ള ചെയ്തതാ. അടുത്തല്ലത്തേക്ക് കുറച്ച് ഏലം കൂടി നമുക്ക് കൊടുക്കാം. ഏലൊക്കെ ഞാൻ കഴിഞ്ഞ തന്നെ വിറ്റു. എന്ത് വിലയുണ്ട് അത്? ഞാനിവിടെ ഇതിൽ ഉണക്കണം. എന്താ അതിൻ്റെ മെഷീനിലിട്ട് ഉണക്കണം. അത് അതിനുള്ള സൗകര്യമൊന്നും നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേപ്പാടി കൊണ്ട് ഉണക്കി ഒരു 15 കിലോ. ബാക്കി ഇവിടുന്ന് തന്നെ ഉണക്കി. 15 കിലോ ഒന്നായിട്ട് കുറച്ച്. അപ്പോൾ അത് മേപ്പാടി കൊണ്ട് ഉണക്കി കൊണ്ടുവന്നു. പക്ഷെ എന്താണെങ്കിലും അത് പറിക്കുമ്പോൾ വെച്ചാൽ ഇത് മൂത്ത കായ് പറിച്ചാൽ അത് കളർ കിട്ടില്ല. പച്ച കളറിലുള്ള കായ് പറിച്ചിട്ട് നമ്മൾ മെഷീൻ ഉണക്കിയാൽ ആ പച്ച അങ്ങനെ തന്നെ ഉണ്ടാവും. മൂത്ത് പഴുത്ത കായ് നമ്മൾ മെഷീനിൽ കൊണ്ടുപോയി ഉണക്കിയാലും അതേ ആ കളർ തന്നെ കിട്ടും. പക്ഷേ അതിൻ്റെ ഇരട്ടി ഗുണം കിട്ടും നമ്മൾ ഈ പഴുത്ത കായ് പറിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ. പക്ഷേ വിൽപ്പനയ്ക്ക് ആകുമ്പോൾ എന്താ അല്ല അതിന് ഷോ കുറയും. എന്നാ വെച്ചാൽ ഈ പച്ച കളർ കിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഈ മറ്റേ മസാല മില്ലിലാണ് കൊടുക്കുന്നത്. മില്ലിൽ കൊടുത്ത് അവർക്കാകുമ്പോൾ അത് അവർ പൊടിക്കാനാണ്. അപ്പോൾ അവർക്ക് അതിൽ ഏറ്റവും നല്ല ഇത് കിട്ടുകയും ചെയ്യും, ഏറ്റവും ഗുണം കിട്ടുകയും ചെയ്യും. ഒരു പരീക്ഷണമായിട്ട്. അതെ, മൊത്തം 1 ഏക്കറാണ്. മൊത്തം 1 ഏക്കർ ഇവിടെ അല്ലേ? 1 ഏക്കർ ഉണ്ടായിരുന്നു. 1 ഏക്കറും കൂടി ആയി 2 കൊല്ലമായിട്ട്. അപ്പൊ ഏലവും വന്നു.